നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ജെറിയാട്രിക് ക്ലബ്ബ് പ്രവർത്തനരഹിതമാണ്. ജെറിയാട്രിക് ക്ലബ്ബ് പ്രവർത്തന സജ്ജമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ADV ന്യൂസ് വാർത്തയെ തുടർന്ന് രാജമ്മയ്ക്ക് വീട് വെച്ച് നൽകാൻ CPM നേതൃത്വം രംഗത്ത്. രാജമ്മയ്ക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന് CPM അഞ്ചൽ ഏരിയ സെക്രട്ടറി PS സുമൻ തറക്കല്ലിട്ടു. പുനലൂർ തൂക്കുപാലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കുന്നു. നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് നിർവഹിക്കും. പെരിഞ്ഞേലിക്കോണം നീലാമൂട്ടിൽ റോഡിന്റെ പണികൾ പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ്. മഴയെ തുടർന്ന് ചെളിക്കുണ്ടായ റോഡിലൂടെ കാൽനട പോലും ദുസ്സഹമാണ്. ഫ്ലെക്സ് നിരോധനം സംസ്ഥാനത്ത് നടപ്പാകുന്നില്ല. പൊതുയിടങ്ങൾ കയ്യേറി സ്ഥാപിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതരും തയ്യാറാകുന്നില്ല. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ജെറിയാട്രിക് ക്ലബ്ബ് പ്രവർത്തനരഹിതമാണ്. ജെറിയാട്രിക് ക്ലബ്ബ് പ്രവർത്തന സജ്ജമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. വാർത്തകൾ വിശദമായി. പുനലൂർ തൂക്കുപാലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കുന്നു. നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് നിർവഹിക്കും. പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും പണി പൂർത്തിയാകാത്ത പുനലൂർ തൂക്കുപാലത്തിന്റെ മുടങ്ങിക്കിടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കുന്നു. നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് നിർവഹിക്കും. തൂക്കുപാലത്തിൽ പാകാനായി തമ്പകത്തടികൾ കുളത്തൂപ്പുഴ, പത്തനാപുരം എന്നിവിടങ്ങളിലെ വനം വകുപ്പിന്റെ തടി ഡിപ്പോകളിൽ നിന്നും മുൻപ് തന്നെ എത്തിച്ചിരുന്നു. തടികൾ തിരുവനന്തപുരം വേളിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹായത്തോടെ കാഠിന്യവും ഗുണമേന്മയും തിരിച്ച് അളവിൽ മുറിച്ചെടുക്കുകയായിരുന്നു. തൂക്കുപാലത്തിന്റെ ഇരുമ്പ് കമ്പികൾ തുരുമ്പിച്ചതോടെയാണ് തമ്പകത്തടികൾ പാകാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായത്. തുടർന്ന് പുനലൂർ നഗരസഭ ഇടപെട്ട് നവീകരണ പ്രവർത്തനങ്ങൾക്കായി വൈദ്യുതി ലഭ്യമാക്കുകയും തുരുമ്പിച്ച ബർഡറുകൾ മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുകയാണിപ്പോൾ. ബർഡറുകൾ മാറ്റി സ്ഥാപിച്ച് തമ്പകത്തടി പാകുന്നതോടെ തൂക്കുപാലത്തിന്റെ പണികൾ ഏകദേശം അവസാനിക്കും. എങ്കിലും പെയിന്റിംഗ് ജോലികളും പാലത്തിന് സമീപത്തെ പൂന്തോട്ടവും പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ തൂക്കുപാലം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകൂ. സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് നിലവിൽ തൂക്കുപാലം. വർഷങ്ങളായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നിലച്ചിരുന്നതോടെ നാട്ടുകാരും സാമൂഹിക പ്രവർത്തകരും തൂക്കുപാലം സംരക്ഷണ സമിതി രൂപീകരിച്ച് പ്രക്ഷോഭം ആരംഭിച്ചിരുന്നു. തൂക്കുപാലത്തിന്റെ പണികൾ എത്രയും വേഗം പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് കിഴക്കൻ മേഖല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ജെറിയാട്രിക് ക്ലബ്ബ് പ്രവർത്തനരഹിതമാണ്. ജെറിയാട്രിക് ക്ലബ്ബ് പ്രവർത്തന സജ്ജമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ADV ന്യൂസ് അന്വേഷണ പരമ്പര പൊതുപണം പാഴാകുമ്പോൾ തുടരും. അഞ്ചൽ തഴമയിൽ ഞാറക്കാട് ജംഗ്ഷൻ സമീപത്താണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ജെറിയാട്രിക് ക്ലബ്ബിനായി നിർമ്മിച്ച കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. വാർദ്ധക്യത്തിന്റെ ഒറ്റപ്പെടലിൽ നിന്നും മുതിർന്ന പൗരന്മാരെയും വൃദ്ധരെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ പണികഴിപ്പിച്ച ജെറിയാട്രിക് ക്ലബ്ബ് പക്ഷേ പ്രവർത്തനരഹിതമാണ്. പ്രവർത്തനരഹിതമായി കിടക്കുന്ന ജെറിയാട്രിക് ക്ലബ്ബ് കെട്ടിടത്തിൽ കുടുംബശ്രീയും ഗ്രാമസഭയും മറ്റ് യോഗങ്ങളും ചേരാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കി ഗ്രാമപഞ്ചായത്ത് വാർദ്ധക്യം ബാധിച്ചവരെ പാർപ്പിക്കാനായി നിർമ്മിച്ച സ്ഥാപനം ഇപ്പോൾ പ്രവർത്തനരഹിതമായി നാശത്തിന്റെ വക്കിലേക്ക് നീങ്ങുന്നു. പൊതുജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുമായിരുന്ന ഗ്രാമപഞ്ചായത്തിന്റെ സംരംഭമായ ജെറിയാട്രിക് ക്ലബ്ബ് പക്ഷേ ഉപയോഗശൂന്യമാണ്. ജെറിയാട്രിക് ക്ലബിന്റെ പ്രവർത്തനം തുടങ്ങാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ADV ന്യൂസ് അന്വേഷണ പരമ്പര പൊതുപണം പാഴാകുമ്പോൾ തുടരും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഫ്ലെക്സ് നിരോധനം സംസ്ഥാനത്ത് നടപ്പാകുന്നില്ല. പൊതുയിടങ്ങൾ കയ്യേറി സ്ഥാപിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതരും തയ്യാറാകുന്നില്ല. 2014 ഒക്ടോബർ 1 കേരളത്തിൽ ഫ്ലെക്സ് ബോർഡുകളും പ്ലാസ്റ്റിക് ബോർഡുകളും നിരോധിക്കാനുള്ള നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇതിന്റെ ഭാഗമായി തന്റെ ചിത്രം പതിച്ച ഫ്ലെക്സ് ബോർഡുകൾ ഇനി മുതൽ വയ്ക്കരുതെന്ന് ഉമ്മൻചാണ്ടിയും KPCC പ്രസിഡന്റ് VM സുധീരനും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഫ്ലെക്സ് നിരോധനം പേപ്പറുകളിൽ മാത്രം ഒതുങ്ങിയ കാഴ്ചയാണ് ഇന്ന് കാണാൻ കഴിയുന്നത്. നാടും നഗരവും ഫ്ലെക്സ് ബോർഡുകളെ കൊണ്ട് നിറഞ്ഞു. ജനപ്രതിനിധികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് എണ്ണത്തിൽ കൂടുതലെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും പരസ്യം പതിച്ച ഫ്ലെക്സുകളും വ്യാപകമാണ്. ഫ്ലെക്സ് ബോർഡുകളിലൂടെ ജനശ്രദ്ധ ആകർഷിക്കാൻ ശ്രമിക്കുന്ന ജനപ്രതിനിധികൾ പക്ഷേ ഫ്ലെക്സ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. ഫ്ലെക്സ് ബോർഡുകളിലൂടെ നേതാക്കൾ ജനകീയരാകാൻ ശ്രമിക്കുന്നതോടെയാണ് തെരുവോരങ്ങളിൽ റോഡിലേക്ക് ഇറക്കിയും ഫുട്പാത്ത് കയ്യേറിയും ഫ്ലെക്സുകൾ സ്ഥാനം പിടിക്കാൻ കാരണം. പ്ലാസ്റ്റിക് പ്രകൃതിയുടെ ക്യാൻസർ എന്ന് പറയുന്ന ജനപ്രതിനിധികൾ പക്ഷേ സ്വന്തം ഫോട്ടോ പതിച്ച ഫ്ലെക്സ് അടിച്ചിറക്കാൻ മത്സരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. സ്കൂൾ തുറക്കാൻ 1.5 ആഴ്ച കൂടി മാത്രം ബാക്കി നിൽക്കെ 36 ലക്ഷം പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് തുടങ്ങിയിട്ടില്ല.
വരുന്ന അധ്യയന വർഷം മാറിവരുന്ന 2-4 ക്ലാസ്സുകളിലെ പാഠപുസ്തകം അച്ചടി ഇതുവരെ തുടങ്ങിയില്ല. സ്കൂൾ തുറക്കാൻ 1.5 ആഴ്ച മാത്രം ബാക്കി നിൽക്കെ 36 ലക്ഷം പുസ്തകങ്ങളാണ് 4-2 ക്ലാസ്സുകളിലേക്ക് സംസ്ഥാനത്താകെ വേണ്ടത്. സ്കൂൾ തുറന്ന് 1 മാസം കഴിഞ്ഞാലും ഇപ്പോഴത്തെ നിലയിൽ പാഠപുസ്തകങ്ങൾ എത്തിക്കാൻ കഴിയില്ലെന്നാണ് സൂചന. ജൂൺ 1-ന് പാഠപുസ്തകങ്ങൾ സ്കൂളുകളിൽ എത്തിക്കുമെന്ന് അധികൃതർ പറഞ്ഞെങ്കിലും ഇത് സംബന്ധിച്ച് വേണ്ടത്ര മേൽനോട്ടം ഉണ്ടായില്ല. മുൻ ധാരണ പ്രകാരമാണെങ്കിൽ മെയിൽ തന്നെ പാഠപുസ്തകങ്ങൾ എത്തേണ്ടതാണ്. അച്ചടി പൂർത്തിയാക്കിയ പാഠപുസ്തകങ്ങളുടെ കാര്യവും അവതാളത്തിലാണ്. അച്ചടി പൂർത്തിയാക്കിയ പുസ്തകങ്ങൾ പലതും ഇതുവരെ ജില്ലാ കേന്ദ്രങ്ങളിൽ എത്തിയിട്ടില്ല. 2, 4, 6, 8, 10 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളാണ് ഇക്കുറി മാറുന്നത്. ജനുവരിയിലാണ് അച്ചടി ചുമതല കേരള ബുക്ക് പബ്ലിഷിംഗ് സൊസൈറ്റിയെ ഏൽപ്പിച്ചത്. SCERT ആണ് പുസ്തകങ്ങൾ തയ്യാറാക്കി അച്ചടിക്ക് കൈമാറിയത്. ഇതിനിടെ അച്ചടിച്ച പാഠപുസ്തകങ്ങൾക്ക് നിലവാരമില്ലെന്ന ആക്ഷേപവുമായി അധ്യാപക സംഘടനകളും രംഗത്തെത്തി. ന്യൂസ് ഡെസ്ക് ADV ന്യൂസ്. ADV ന്യൂസിൽ ഇനി ചെറിയൊരു ഇടവേള. ട്രാവൻകൂർ സ്കാൻസ് ആൻഡ് ലബോറട്ടറി, ഡോക്ടർ ദേവദാസ് ഹോസ്പിറ്റൽ റോഡ്, അഞ്ചൽ. അഞ്ചൽ പട്ടണത്തിൽ ആദ്യമായി ഡ്രൈ കെമിസ്ട്രി മെത്തേഡിൽ 100% കൃത്യതയാർന്ന റിപ്പോർട്ട്. 10 വർഷത്തിലധികം പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാർ. എല്ലാ ലബോറട്ടറി ടെസ്റ്റുകളുടെ റിസൾട്ടുകളും അന്ന് തന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്നു. തൈറോയ്ഡ് ടെസ്റ്റ് റിപ്പോർട്ടുകൾ 3 മണിക്കൂറിനുള്ളിൽ. റിസൾട്ടിനായി കാത്തിരിപ്പ് ഒഴിവാക്കാനായി SMS വഴി നിങ്ങളുടെ മൊബൈൽ ലഭ്യമാകും. ജപ്പാൻ നിർമ്മിത ട്രൈ ബയോകെമിസ്ട്രി അനലൈസർ, പ്രമുഖ ജപ്പാൻ കമ്പനിയായ ഫിജി ഫിലിമിന്റെ ഫുള്ളി ആട്ടോമേറ്റഡ് അനലൈസർ ഒരു വ്യക്തിയുടെ 28 ടെസ്റ്റുകൾ 20 മിനിറ്റ് കൊണ്ട് റിപ്പോർട്ട് നൽകുന്നു. ഹേമറ്റോളജി ആട്ടോമേറ്റഡ് അനലൈസർ, സ്വീഡൻ നിർമ്മിത അത്യന്താധുനിക ബ്ലഡ് സെൽ കൗണ്ടർ, കുട്ടികളുടെ 1 തുള്ളി രക്തം കൊണ്ട് പരിശോധിക്കാൻ പ്രത്യേക സംവിധാനം. ഹോർമോൺ ഫുള്ളി ആട്ടോമേറ്റഡ് അനലൈസർ, ജപ്പാൻ നിർമ്മിത ഫുള്ളി ഹോർമോൺ അനലൈസർ, HbA1c, മൈക്രോ ആൽബുമിൻ യൂറിയ തുടങ്ങിയ ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ 30 മിനിറ്റിനുള്ളിൽ നൽകുന്നു. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ ട്രാവൻകൂർ സ്കാൻസ് ആൻഡ് ലബോറട്ടറി, രജനി മെഡിക്കൽസിന് സമീപം, കുളത്തൂപ്പുഴ. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മണ്ണളി ജ്വല്ലേഴ്സ്. വാർത്തകൾ തുടരുന്നു. പുനലൂർ തൂക്കുപാലത്തിന്റെ സമാന്തരമായ ദേശീയപാത കടന്നുപോകുന്ന പാലം അപകടാവസ്ഥയിൽ. പാലത്തിന്റെ കൈവരികൾ തകർന്ന നിലയിൽ. കൊല്ലം ചെങ്കോട്ട ദേശീയപാത കടന്നുപോകുന്ന പുനലൂർ പാലം അപകടാവസ്ഥയിൽ. തൂക്കുപാലത്തിന് സമാന്തരമായി ദേശീയപാത കടന്നുപോകുന്ന തിരക്കേറിയ പാലം കൂടിയാണിത്. പുനലൂരിൽ നിന്നും തെന്മല, ആര്യൻകാവ്, ചെങ്കോട്ട ഭാഗത്തേക്കും പത്തനാപുരം, പത്തനംതിട്ട ഭാഗത്തേക്കും വാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിന്റെ കൈവരികൾ തകർന്ന നിലയിലാണ്. പാലത്തിലൂടെയുള്ള ടാറിങ്ങിന്റെ നിർമ്മാണപ്പിഴവ് മൂലം പാലത്തിന്റെ കിഴക്കുവശത്ത് വെള്ളം കെട്ടിക്കിടക്കുകയും ഇതുമൂലം കാൽനട യാത്രികർക്ക് ഏറെ ബുദ്ധിമുട്ടും ഉണ്ടാകുന്നു. കല്ലടയാറിന് കുറുകെയുള്ള പുനലൂർ പാലത്തിലൂടെയാണ് വാട്ടർ അതോറിറ്റിയുടെ വലിയ പൈപ്പുകളും കടന്നുപോകുന്നത്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളിൽ ജലം ചോർന്നൊലിക്കുന്നതും ഇവിടെ പതിവാണ്. കൊല്ലം ചെങ്കോട്ട ദേശീയപാത കടന്നുപോകുന്ന പുനലൂർ പാലത്തിന്റെ ദുരവസ്ഥയ്ക്ക് അധികൃതർ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയിലാണ് ഇതുവഴി കടന്നുപോകുന്നവർ. പാലത്തിന് കൈവരി നിർമ്മിച്ചും വാട്ടർ അതോറിറ്റി പൈപ്പിന്റെ ചോർച്ച ഇല്ലാതാക്കിയും ടാറിങ്ങിലെ അപാകത പരിഹരിച്ചും പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാനാവും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പെരിഞ്ഞേലിക്കോണം നീലാമൂട്ടിൽ റോഡിന്റെ പണികൾ പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ്. മഴയെ തുടർന്ന് ചെളിക്കുണ്ടായ റോഡിലൂടെ കാൽനട പോലും ദുഷ്കരമാണ്. ഏറം പെരിഞ്ഞേലിക്കോണം നീലാമൂട്ടിൽ തോയ്ത്തല റോഡിന്റെ പണികൾ പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ്. റോഡ് പണികൾ നിലച്ചിട്ട് നാളുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ് പെരിഞ്ഞേലിക്കോണം പട്ടികജാതി കോളനിയിലെ അടക്കം നിരവധി കുടുംബങ്ങൾ. റോഡിന്റെ പണി പാതിവഴിയിൽ ഉപേക്ഷിച്ച അവസ്ഥയിലാണ്. ഇവിടെ 200 മീറ്ററോളം റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ബാക്കി ഭാഗം ഇപ്പോഴും ചെളിക്കുണ്ടായി കിടക്കുന്നതിനാൽ നീലാമൂട്ടിൽ നിന്നും പെരിഞ്ഞേലിക്കോണം തോയ്ത്തല ഭാഗത്തേക്ക് ഈ റോഡിലൂടെ പോകാൻ കഴിയാത്ത നിലയാണ്. റോഡിൽ വലിയ ചെളിക്കുണ്ടുകളും മഴവെള്ളം നിറഞ്ഞ കുഴികളുമായതിനാൽ കാൽനട പോലും അസാധ്യമായി. ഇന്നാട്ടുകാരുടെ ദുരവസ്ഥ അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇലക്ഷൻ അടുക്കുമ്പോൾ മാത്രമാണ് ജനപ്രതിനിധികൾ വാഗ്ദാനങ്ങളുമായി ഇവിടെ എത്താറുള്ളതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വൈദ്യുതി പാഴാക്കരുതെന്ന സന്ദേശം ജനങ്ങളിലെത്തിക്കുന്ന സർക്കാരിന് വേണ്ടി ഒരു വാർത്ത. ഏരൂരിൽ തെരുവ് വിളക്കുകൾ പകൽ സമയത്തും കത്തിക്കിടക്കുന്നു.
രാത്രികാലങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയാണ് തെരുവ് വിളക്കുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇലക്ട്രിസിറ്റി ബോർഡും സ്ഥാപിക്കുന്നത്. എന്നാൽ തെരുവ് വിളക്കുകൾ കൃത്യസമയത്ത് ഓൺ ചെയ്യുവാനും ഓഫ് ചെയ്യുവാനും ആരും തയ്യാറാകുന്നില്ല. ഏരൂരിൽ നിന്നുള്ള കാഴ്ചയാണിത്. പകൽ സമയത്തും തെരുവ് വിളക്കുകൾ കത്തി തന്നെ നിൽക്കുന്നു. ഇത് ഏരൂരിലെ മാത്രം പ്രശ്നമല്ല. അഞ്ചലിലും തെരുവ് വിളക്കുകൾ പകൽ സമയങ്ങളിൽ കത്തിക്കിടക്കുന്നത് ADV ന്യൂസ് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇത്തരത്തിൽ വലിയ തോതിലാണ് ദിനം തോറും വൈദ്യുതി പാഴാകുന്നത്. തെരുവ് വിളക്കുകൾ കൃത്യസമയത്ത് ഓൺ ചെയ്യുവാനോ ഓഫ് ചെയ്യുവാനോ സ്വിച്ചുകൾ സ്ഥാപിക്കാത്തതിനാലാണ് പലയിടങ്ങളിലും തെരുവ് വിളക്കുകൾ പകൽ സമയത്തും കത്തിക്കിടക്കുന്നത്. മഴക്കാലത്ത് സ്വിച്ചില്ലാത്തതിനാൽ തെരുവ് വിളക്ക് കത്തിക്കുക ഏറെ സാഹസികത നിറഞ്ഞ പ്രവൃത്തിയാണ്. സുരക്ഷിതമായ സ്വിച്ചുകൾ സ്ഥാപിച്ചാൽ ഒരു പരിധിവരെ അനാവശ്യമായ വൈദ്യുതി പാഴാകുന്നത് തടയാനാകും. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസ് വാർത്തയെ തുടർന്ന് രാജമ്മയ്ക്ക് വീട് വെച്ച് നൽകാൻ CPM നേതൃത്വം രംഗത്ത്. രാജമ്മയ്ക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന് CPM അഞ്ചൽ ഏരിയ സെക്രട്ടറി PS സുമൻ തറക്കല്ലിട്ടു. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ട് കുടിലിൽ കഴിഞ്ഞു വരികയായിരുന്ന ഏരൂർ പാണയം കാരംകുളത്ത് കൊച്ചുവീട്ടിൽ രാജമ്മയുടെ ദുരവസ്ഥ ADV ന്യൂസ് റിപ്പോർട്ട് ചെയ്തതോടെയാണ് സഹായഹസ്തവുമായി CPM രംഗത്തെത്തിയത്. ഇന്നലെ പെയ്ത മഴയിൽ ഈ വീടിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് വീണു. ഇത് അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ എത്തുകയും തുടർന്ന് CPM ഏരൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ അമ്മയ്ക്ക് വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്തു. CPMൻ്റെ നേതൃത്വത്തിൽ തണൽ എന്ന ഒരു കൂട്ടായ്മയ്ക്ക് രൂപം നൽകിക്കൊണ്ട് ഈ വീട് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഒപ്പം എല്ലാ മാസവും 10 കിലോ അരിയും പ്രതിമാസ പെൻഷനും ഈ അമ്മ ഉൾപ്പെടെ 5 കുടുംബങ്ങൾക്ക് ഏരൂർ LC പരിധിയിലെ 5 കുടുംബങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുള്ളത്. രാജമ്മയ്ക്ക് CPM നേതൃത്വം വച്ച് നൽകുന്ന വീടിന്റെ പണികൾ ആരംഭിച്ചു. വീടിന്റെ തറക്കല്ലിടൽ CPM അഞ്ചൽ ഏരിയ സെക്രട്ടറി PS സുമൻ നിർവഹിച്ചു. ഏരൂർ ലോക്കൽ കമ്മിറ്റി രൂപീകരിച്ച തണൽ എന്ന ചാരിറ്റബിൾ സൊസൈറ്റിയാണ് രാജമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതെന്നും ദാരുണമായ രാജമ്മയുടെ ജീവിതം ADV ന്യൂസാണ് സമൂഹത്തിന് മുന്നിൽ എത്തിച്ചതെന്നും ഇതിനെ തുടർന്നാണ് വാസയോഗ്യമായ വീട് വെച്ച് നൽകാൻ തണൽ ചാരിറ്റബിൾ സൊസൈറ്റി തയ്യാറായതെന്നും PS സുമൻ പറഞ്ഞു. രാഷ്ട്രീയ പ്രസ്ഥാനം സാധാരണ നിലയിൽ സമൂഹത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തിലെ എല്ലാ മേഖലയിലേക്കും ശ്രദ്ധ തിരിക്കുന്നതിനും അതുപോലെ തന്നെ എല്ലാ മേഖലയിലുമുള്ള ആളുകളെ അഭിസംബോധന ചെയ്യുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് CPMൻ്റെ നേതൃത്വത്തിൽ കാരുണ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ അശരണരായിട്ടുള്ള രോഗികളെയും അതുപോലെ തന്നെ നിരാലംബരായിട്ടുള്ള ആളുകളെയും സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സംഘടനയ്ക്ക് തന്നെ രൂപം നൽകിക്കൊണ്ട് സംസ്ഥാനത്ത് മെച്ചപ്പെട്ട നിലയിൽ പാർട്ടി ഘടകങ്ങളുടെ നേതൃത്വത്തിൽ ആ നിലയിലുള്ള പ്രവർത്തനം നടന്നു വരികയാണ്. ഏരൂർ ലോക്കൽ കമ്മിറ്റി തണൽ എന്ന പേര് നൽകിക്കൊണ്ട് ഒരു കാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സമിതിയുടെ പ്രവർത്തനത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ഏറ്റവും അശരണരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് സഹായങ്ങൾ ചെയ്യണം എന്നുള്ള നിലയിലാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏരൂർ ലോക്കൽ കമ്മിറ്റിയുടെ പരിധിയിലുള്ള പാണയം പ്രദേശത്ത് അങ്ങേയറ്റം ജീർണാവസ്ഥയിലായിട്ടുള്ള വീട്ടിൽ കഴിയുന്ന രാജമ്മ എന്ന വയോവൃദ്ധയായിട്ടുള്ള മാതാവിനെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭവനം പുതുക്കി പണിതുകൊണ്ട് താമസയോഗ്യമാക്കിക്കൊണ്ട് സൊസൈറ്റിയുടെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കണം എന്നുള്ള നിലയിലാണ് ഇതിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം തീരുമാനിച്ചിട്ടുള്ളത്. അടുത്ത ദിവസമുണ്ടായ ശക്തമായിട്ടുള്ള പേമാരിയിലും കാറ്റിലുമൊക്കെ തന്നെ പെട്ട് ശ്രീമതി രാജമ്മ താമസിച്ചിരുന്ന വാസയോഗ്യമല്ലാത്ത വീട് പൂർണ്ണമായിട്ടും അത് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തണൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകർ എത്രയും പെട്ടെന്ന് തന്നെ വീടിൻ്റെ പണികൾ ആരംഭിച്ചുകൊണ്ട് അത് പൂർത്തീകരിച്ച് ശ്രീമതി രാജമ്മയ്ക്ക് താമസിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പുവരുത്തണം എന്ന നിലയിലാണ് ചിന്തിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ
വീടിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ട് വാസയോഗ്യമായിട്ടുള്ള വീട് ക്രമീകരിച്ചുകൊണ്ട് വയോവൃദ്ധയായ ശ്രീമതി രാജമ്മയ്ക്ക് താമസിക്കുന്നുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിനാണ് തണൽ പദ്ധതിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം തീരുമാനിച്ചിട്ടുള്ളത്. CPIMന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള തണൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും മെച്ചപ്പെട്ട നിലയിലുള്ള പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ തുടക്കമെന്നുള്ള നിലയിൽ വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിനോടൊപ്പം സമൂഹത്തിൽ ഏറ്റവും വിഷമത അനുഭവിക്കുന്ന 10ഓളം പേർക്ക് 10 കിലോ അരിയും പലവ്യഞ്ജന സാധനങ്ങളും മാസം തോറും വാങ്ങി നൽകുന്നതിനും അവരുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് പെൻഷൻ നൽകുന്നതിനും ഒക്കെ തന്നെ ചാരിറ്റബിൾ സൊസൈറ്റി തീരുമാനിച്ചിട്ടുള്ളത് അങ്ങേയറ്റം ശ്രദ്ധേയവും അതുപോലെ തന്നെ അഭിനന്ദനീയവുമായിട്ടുള്ള കാര്യമാണ്. ഈ വിവരം നമ്മുടെ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ ആദ്യമായി കൊണ്ടുവരുന്നത് ദൃശ്യ മാധ്യമങ്ങളാണ്. സമൂഹത്തിൽ ഏറ്റവും വിഷമത അനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ യാതനാപൂർണമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഒക്കെ തന്നെ പൊതു സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാടിനെ അഭിനന്ദിക്കുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. CPM ഏരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി T. അഫ്സൽ, CPM നേതാക്കളായ S. ഹരിരാജ്, R. ബാബു, M. അജയൻ, ഷിബു, ജയേഷ്, KC മുകുന്ദൻ, ശ്യാംകുമാർ, രാമചന്ദ്രൻ പിള്ള, B. പ്രസാദ്, ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ADV ന്യൂസ് വാർത്തയെ തുടർന്ന് രാജമ്മയ്ക്ക് വീട് വെച്ച് നൽകാൻ CPM നേതൃത്വം രംഗത്ത്. രാജമ്മയ്ക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന് CPM അഞ്ചൽ ഏരിയ സെക്രട്ടറി PS സുമൻ തറക്കല്ലിട്ടു. പുനലൂർ തൂക്കുപാലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കുന്നു. നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് നിർവഹിക്കും. പെരിഞ്ഞേലിക്കോണം നീലാമൂട്ടിൽ റോഡിന്റെ പണികൾ പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ്. മഴയെ തുടർന്ന് ചെളിക്കുണ്ടായ റോഡിലൂടെ കാൽനട പോലും ദുസ്സഹമാണ്. ഫ്ലെക്സ് നിരോധനം സംസ്ഥാനത്ത് നടപ്പാകുന്നില്ല. പൊതുയിടങ്ങൾ കയ്യേറി സ്ഥാപിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതരും തയ്യാറാകുന്നില്ല. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ജെറിയാട്രിക് ക്ലബ്ബ് പ്രവർത്തനരഹിതമാണ്. ജെറിയാട്രിക് ക്ലബ്ബ് പ്രവർത്തന സജ്ജമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിന് ഞങ്ങളുടെ YouTube ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.